എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഞങ്ങൾ കോട്ടയത്ത് കപ്പൂച്ചിൻ വിദ്യാഭവനിൽ ദൈവശാസ്ത്രം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞായറാഴ്ച മിനിസ്ട്രിക്ക് പോകും, ഓരോ ഇടവകയിലേക്കും. അതിനുശേഷം ഒരു 6 മണി 5 മണി നേരത്തൊക്കെ ഞങ്ങൾ തിരികെ സെമിനാരിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അല്പം ലേറ്റ് ആകും. ഞങ്ങൾ പെട്ടെന്ന് സ്പീഡിൽ ഞങ്ങൾ നടന്നു വരും. അപ്പം നടന്നു വരുമ്പോൾ ഇന്നുള്ളതുപോലെ അന്ന് ഓവർ ബ്രിഡ്ജൊന്നുമില്ല. നടന്നു വരുമ്പോൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ ട്രെയിൻ വരികയാണെങ്കിൽ ഗേറ്റ് അടവുണ്ടാകും. അപ്പോൾ ഗേറ്റ് അടയ്ക്കുമ്പോൾ അതിന് മുൻപ് ഒരു ബോർഡുണ്ട്. അതിങ്ങനെയാണ് നിർത്തുക, സ്റ്റോപ്പ്. അപ്പോൾ എത്ര തിരക്കുള്ള ആളുകൾ അതിൽ കൂടെ വരികയാണെങ്കിലും അവർക്ക് എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാവരും അവിടെ കാത്തു നിൽക്കണം. ചിലപ്പോഴൊക്കെ കോട്ടയത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കുള്ള ആംബുലൻസ് പോലും അവിടെ നിർത്തിയിടേണ്ട അവസ്ഥ വരും. അത് എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ നിർത്തണം. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് അത് തന്നെയാണ്, ഒന്ന് നിർത്തിയിടാനുള്ള സമയം. നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും ഒന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നോമ്പുകാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്ന് നിർത്തിയിടാനായിട്ട് നമ്മുടെ ജീവിതം ഇപ്രകാരം ജീവിച്ചാൽ മതിയോ? ഞാൻ ദൈവത്തിൽ നിന്ന് എത്ര അകന്നു, ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് എന്തൊക്കെ ഞാൻ ചെയ്യണം എന്ന് ഒന്ന് ചിന്തിക്കുവാനും തീരുമാനങ്ങളെടുത്തത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയമാണ്. നമുക്കറിയാം, ഒരു ശില്പി ഒരു കല്ലിൽ ഒരു രൂപം ചെത്തി കൊത്തി മെനഞ്ഞ് എടുക്കുമ്പോൾ ആ രൂപത്തിന്, അതായത് അയാൾക്ക് എന്ത് രൂപമാണ് ആ ശില്പി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിനാവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ആ കല്ലിൽ നിന്ന് ചെത്തിക്കളയുമ്പോഴാണ് അവിടെ മനോഹരമായ രൂപം ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ഹൃദയത്തിലാണെങ്കിലും ക്രിസ്തുവിന് ആവശ്യമില്ലാത്തത്, എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് രൂപം കൊടുക്കാനായിട്ട് ആവശ്യമില്ലാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെത്തി മിനുക്കി കളയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് രൂപം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പുകാലം അതിനുള്ളതാകട്ടെ, ചെത്തി മിനുക്കലുകളുടെ കാലമാകട്ടെ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അതെല്ലാം ചെത്തിക്കളയും. ക്രിസ്തുവിനെ കൂടുതൽ സാംശീകരിക്കാനുള്ള ഒരു കാലമായിട്ട് ഈ നോമ്പുകാലം മാറട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.